പതിഞ്ഞു കിടക്കുന്നത്. അവിടെ എത്തുന്നതിൽ ചെറിയ ബോട്ടുകളിൽ എത്തി മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ പരിശോധന നടത്താൻ കഴിയുന്ന സാഹചര്യം നിലവിലില്ല എന്ന് നാവികസേന പ്രാഥമികമായി എന്ന് വെച്ചാൽ സ്ഥലപരിശോധന നടത്തിയ ശേഷം ആ 18-അംഗ സംഘം വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് അവർ തൽക്കാലം ആ തീരത്തേക്ക് മാറിയത്. വലിയ ബോട്ടുകൾ അവിടെ എത്തിക്കണം, വലിയ ബോട്ടുകൾ ഇറക്കണം. ഇവിടെ ഇതാ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ആ ദൗത്യ മേഖലയിൽ നിന്ന് കൂടുതൽ വാഹനങ്ങൾ പുറത്തേക്ക് വരുന്നു. അതെന്തിൻ്റെ സൂചനയെന്നറിയില്ല. ഷഫീദ് ഇട്ട വിവരങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ട്രക്ക് കണ്ടെത്തിയ ഭാഗത്ത് ചെളി നിറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തുന്നതിന് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. വലിയ ബോട്ടുകൾ കൊണ്ടുവരും. വലിയ ബോട്ടുകൾ അവിടെ ഇല്ലല്ലോ നിലവിൽ. അത് കൊണ്ടുവരണമെങ്കിൽ എവിടെ നിന്ന് എത്തണം? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഷഫീദ്? ഷഫീദിലേക്ക് എത്തണം, വളരെ വേഗത്തിൽ തന്നെ ഷഫീദിലേക്ക് എത്തണം. ട്രക്ക് കണ്ടെത്തിയ ഭാഗത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. ചെളി നിറഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. അതായത് 100-150 അടി ഉയരത്തിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണ് ഒരു കൂമ്പാരം കണക്കെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന സ്ഥലത്താണ് ഈ അർജുൻ്റെ ട്രക്ക് തറഞ്ഞു കിടക്കുന്നത്, പതിഞ്ഞു കിടക്കുന്നത്. അവിടെ ഇറങ്ങി പരിശോധനയ്ക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് നാവികസേന ഇതിനോടകം അവിടെ നടത്തിയ സ്ഥല പരിശോധനയിൽ നിന്ന് വിലയിരുത്തുന്നത്. അവിടെ വലിയ ബോട്ടുകൾ കൊണ്ടുവരണം. അത് എത്രത്തോളം പ്രായോഗികമാണ്, അവിടെ പെട്ടെന്ന് അത് എത്തിക്കാൻ കഴിയുമോ എന്നറിയില്ല. നാവികസേനയുടെ പക്കൽ അത്രയും സാധനങ്ങൾ അവരുടെ സന്നാഹങ്ങളിൽ അവിടെ ഉണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് എവിടെ നിന്ന് കൊണ്ടുവരും, അതിനെത്ര സമയമെടുക്കും എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മളുടെ സംഘത്തിലേക്ക് പോവുകയാണ്, ഷിരൂരിലേക്ക്. ഹാഷ്മി, ഷഫീദ്, അരുൺ. ഹാഷ്മി, ഇതിലിപ്പോൾ ഷഫീദ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രക്ക് പതിഞ്ഞു കിടക്കുന്നിടത്തെ വലിയ ചെളി കൂമ്പാരം, അവിടേക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്ന് നാവികസേന വിലയിരുത്തുന്നു. വലിയ ബോട്ടുകൾ എത്തിക്കാൻ അവിടെ ശ്രമം നടക്കുന്നു എന്നത്. ഒരുപക്ഷെ ഷഫീദിന് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയും എന്ന് തോന്നുന്നു. ഒന്ന് മൈക്ക് കൈമാറിയാൽ നന്നായിരിക്കും. വിജയകുമാർ, ഷഫീദ് അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോയിരിക്കുകയാണ്. ഗംഗാവാലിപ്പുഴയുടെ മറുകരയിൽ എന്നാൽ കുറച്ചുകൂടി ദൃശ്യപരത ഉണ്ടാകും, അങ്ങോട്ടേക്ക് ഒന്ന് പോയിരിക്കുന്നു ഷഫീദ്. എന്തായാലും ഈ പറഞ്ഞ വിവരങ്ങൾ അതിപ്രധാനമാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു വിജയകുമാർ. ഇവിടെ ഗംഗാവാലിപ്പുഴയുടെ തീരത്ത് ഈ ലക്ഷ്മണന്റെ കടയ്ക്ക് താഴെ ഒരു പാടമുണ്ട്. ആ പാടത്തിന് മുകളിൽ 10 അടിയോളം ഉയരത്തിൽ മണ്ണ് കെട്ടിക്കിടപ്പുണ്ട് എന്ന് രക്ഷാദൗത്യ സംഘം പറയുന്നുണ്ട്. ഏതാണ്ട് അതേ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അതൊരു പാടമായിരുന്നു. പാടത്ത് മണ്ണ് നിറഞ്ഞ സ്ഥലമാണ്. ഒരു 10-15 അടി ഉയരത്തിൽ മണ്ണ് നിറഞ്ഞ സ്ഥലമായിരുന്നു ആ സ്ഥലം. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ചെളിയിലേക്കാണ് ഇത് ആഴത്തിൽ തറഞ്ഞു കിടക്കുന്നത്. അതാണ് ഇപ്പോൾ നേവി പറയുന്നത്. അതുകൊണ്ട് ചെറിയ ബോട്ടുകൾ ഇറക്കാൻ വലിയ പ്രയാസമുണ്ടാകുന്നു. വലിയ ബോട്ടുകൾ ഇറക്കാനാണ് ഇപ്പോൾ നേവിയുടെ ആലോചന. വലിയ ബോട്ടുകൾ ഇങ്ങോട്ടേക്കുള്ള വരവിലാണ് എന്നറിയാൻ കഴിയുന്നുണ്ട് വിജയകുമാർ. ചെറിയ ബോട്ടുകളിൽ അല്ലെങ്കിൽ തന്നെ ഈ നേവിയുടെ ഈ ഗംഗാവാലിപ്പുഴയുടെ കുത്തൊഴുക്കും ഇതിലെ അടിയൊഴുക്കും കാരണം ഈ ചെറിയ ബോട്ടുകളിൽ നിന്ന് സോണാർ പരിശോധന വലിയ ബോട്ടുകളിലേക്ക് മാറ്റണമെന്ന ആലോചന നേവിക്കുള്ളിൽ ഉണ്ടായതാണ്. അതിനിടയിലാണ് ഇപ്പം ഇങ്ങനൊരു ആവശ്യം കൂടി വരുന്നത്. കൂടുതൽ നേവി സംഘങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഇത് ചെളി നിറഞ്ഞ മേഖലയാണ്, നമുക്കറിയാം. നമുക്ക് നേരത്തെ തന്നെ അറിയാം, ആ ദൃശ്യങ്ങൾ കണ്ടാലും അറിയാം. അത് പുഴയുടെ സ്വാഭാവിക പുഴയോരമല്ല എന്ന് നമുക്കറിയാം. ആ സ്ഥലത്തൊരു പാടമായിരുന്നു, അതിന് മുകളിൽ ഒരു കടയുണ്ടായിരുന്നു. ആ കടയൊക്കെ പൊളിച്ച് ആ പാടത്തിലൊക്കെ മണ്ണ് കയറിയ കൂട്ടത്തിൽ, മണ്ണിടിഞ്ഞ കൂട്ടത്തിൽ ഒരു ജനവാസ മേഖലയിൽ ആഞ്ഞു നിറഞ്ഞു കിടക്കുന്ന മണ്ണാണത്. ആ മണ്ണിന്റെ ഭാഗത്താണ് ഒരുപക്ഷെ ഒരു 2 നില അടിപ്പൊക്കത്തിലൊക്കെ മണ്ണിങ്ങനെ നിറഞ്ഞു കിടപ്പാണ്. അതിലേക്കാണ് ഈ ലോറി കുത്തനെ പതിഞ്ഞു കിടക്കുന്ന, ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നത്. അത് ഏത് രീതിയിൽ അത് പൊക്കെടുക്കാൻ കഴിയുമെന്നുള്ള ആലോചനകൾ ഇപ്പോൾ ഏറെ സജീവമായി നടക്കുന്നു. വലിയ ബോട്ടുകൾ ഇറക്കാനാണ് പ്രാഥമിക നീക്കം. അതിൽ പ്രധാനം വിജയകുമാർ, ഇവിടുത്തെ കാറ്റും മഴയും മാത്രമല്ല, ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്കും അതിശക്തമാണ്. അടിയൊഴുക്കും വലിയ തോതിൽ കൂടുതലാണ് എന്നുള്ള വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ അടിയൊഴുക്കിലേക്ക് എന്തായാലും നേവി ഡൈവർ സംഘത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ അസാധ്യമാണ്. അതുകൊണ്ടാണ് വലിയ ബോട്ടുകളിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശം. വലിയ ബോട്ടുകളിൽ അങ്ങോട്ടേക്ക് എത്താൻ കഴിയും, ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് വലിയ ബോട്ടുകൾ അങ്ങോട്ടേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ. എന്തായാലും അത് ലോറിയാണെന്ന് എന്ന് സ്ഥിരീകരിക്കുന്നു. ആ ലോറി എങ്ങനെയെങ്കിലും ഉയർത്താനുള്ള തീവ്ര ശ്രമങ്ങളിൽ ആലോചനകൾ നടക്കുന്നു. ഇത് ഉയർത്തുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികൾ സ്വരുക്കൂട്ടുന്നു ജില്ലാ ഭരണകൂടം, ഉത്തരകന്നഡ ഭരണകൂടം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിനുവേണ്ടി ആവശ്യമുള്ള ചില സംഗതികളൊക്കെ, പ്രധാനപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഇതിനോടകം തന്നെ സ്വരുക്കൂട്ടിയിട്ടുണ്ട്. ഓൺ എ കോൾ എത്തിച്ചേരാൻ പരുവത്തിൽ ഇതിനടുത്തൊക്കെ ഉണ്ട് എന്നിങ്ങനെ അറിയാൻ കഴിയുന്നുണ്ട്. അതെവിടെയാണ് നമുക്ക് കൃത്യമായി എനിക്ക് തോന്നുന്നു. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ ട്രക്കുകൾക്ക് ബാക്കിലായി 1-2 വാഹനങ്ങൾ, അത്തരത്തിലുള്ള 1-2 വാഹനങ്ങൾ കണ്ടിരുന്നു. അത് ഈ ആവശ്യത്തിന് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്നതാണോ എന്നറിയില്ല. എന്തായാലും വലിയ വാഹനങ്ങൾ, വലിയ
ആൾബലം ആവശ്യമുള്ള സംഗതിയാണ്. അതിലേറ്റവും പ്രധാനം ഈ നേവി ഡൈവർ സംഘത്തിനകത്തേക്ക് പോകൽ തന്നെയാണ് വിജയകുമാർ. അതിലേറ്റവും പ്രധാനം ഡൈവർ സംഘത്തിന് ഈ പുഴയ്ക്കുള്ളിലേക്ക് പോയാൽ മാത്രമേ ഈ ലോറിയുടെ ഏതൊക്കെ ഭാഗം ഏത് ദിശയിൽ എങ്ങനെ പുഴയുടെ ഭാഗത്തേക്ക് നിൽക്കുന്നു എന്നറിയാൻ കഴിയുള്ളൂ. മാത്രമല്ല ഈ ലോറി ഉയർത്തുന്നതിനുള്ള അല്ലെങ്കിൽ ഈ ലോറി ഉയർത്തുന്ന പ്രധാന ആ ഭാഗം ഈ പുഴയുടെ ഭാഗത്ത് കൂടി തന്നെയാണ് ലോറി ഉയർത്താനുള്ള നീക്കങ്ങളെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇതിന്റെ ദിശ ഏത് രീതിയിലെ ഓപ്പറേഷൻ സജ്ജമാക്കാൻ കഴിയുമെന്നൊക്കെ അറിയണമെങ്കിൽ ഉറപ്പായും നേവി ഡൈവർ സംഘത്തിനകത്തേക്ക് പോകണം. നേവി ഡൈവർ സംഘത്തിന് ഇപ്പോഴും അതിനകത്തേക്ക് പോകാൻ കഴിയുന്നില്ല. കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അവിടെ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയും MLAയും നേവിയുടെ ബോട്ടിൽ പുഴയിലെത്തിയിട്ടുണ്ട്. അവിടെ കനത്ത മഴ തുടരുന്നു. തെരച്ചിലിനായി നേവി ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. വിജയകുമാർ, നേവിക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. സ്വാഭാവികമായും അത്രത്തോളം പ്രതികൂലമായ കാലാവസ്ഥയാണ്. പക്ഷേ ഇതിലെ പ്രധാനം ഈ ഓപ്പറേഷൻ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ നേവി ഡൈവർ സംഘത്തിന് അതിനുള്ളിലേക്ക് ഇറങ്ങിയേ മതിയാവുകയുള്ളൂ. ഏത് തരത്തിലും ഇറങ്ങിയേ മതിയാവുകയുള്ളൂ. ഇവിടുന്ന് കൂടുതൽ സംവിധാനങ്ങൾ ഇവിടെ റോഡ് ക്ലിയറൻസിനുള്ള കൂടുതൽ സംവിധാനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് വിജയകുമാർ. അത് ഒരുപക്ഷെ ഇതുമായി നേരിട്ട് ബന്ധമുള്ളതാകില്ലെങ്കിൽ കൂടിയും ആ റോഡ് ആ സമയത്ത് ഈ വാഹനം പൊക്കുന്ന സമയത്ത് ക്ലിയർ ചെയ്ത് വെക്കുക എന്ന ഉദ്ദേശം ഈ റോഡ് ക്ലിയർ സംവിധാനങ്ങൾ ഇതിൽ കൂടി ഇപ്പോൾ പോകുന്നതിൽ ഉണ്ടാവണമെന്ന് കരുതുകയാണ്. കൂടുതൽ ആംബുലൻസുകൾ നമ്മൾ നേരത്തെ ഇതുവഴി പോയത് കണ്ടിരുന്നു. ആവശ്യമായത് ഇപ്പോൾ വിജയകുമാർ ഇപ്പോൾ ഇവിടുന്ന് കാണാൻ കഴിയുന്ന കൂടുതൽ JCBകൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ചെറിയ JCBകൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു JCB ഇതിനുള്ളിലേക്ക് പോകുന്നു. കൂടുതൽ JCBകൾ അങ്ങോട്ടേക്ക് ഈ അപകട സ്ഥലത്തേക്ക് എത്തിക്കുകയാണെന്ന് കരുതുന്നു. മണ്ണു നീക്കം കൂടുതൽ വേഗതയിലാക്കാനാണ് കൂടുതൽ JCBകൾ ഇതിനോടകം 7 JCBകളും ഈ പറഞ്ഞ ലോങ് ബൂം എക്സ്കവേറ്ററും ഈ അപകട സ്ഥലത്തുണ്ട്. അതിന് പിന്നാലെയാണ് ഒരു ചെറിയ JCB കൂടി ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് അപകട സ്ഥലത്തേക്ക് ഇപ്പോൾ പോകുന്നത്. എത്രയും പെട്ടെന്ന് മണ്ണ് നീക്കി ലോറി പുറത്തെടുക്കാനുള്ള തുരിത നീക്കങ്ങളിൽ ഏറ്റവും സജീവമാണ് ഉത്തര കന്നഡ ഭരണകൂടം എന്ന് ഉറപ്പായും പറയാം. അതിലേറ്റവും പ്രധാനം ഇവിടെ ജില്ലാ പോലീസ് മേധാവിയും നമ്മുടെ പ്രിയപ്പെട്ട MLAയും ഈ നേവിയുടെ ബോട്ടിൽ പുഴയിൽ പോയിട്ടുണ്ട്. അവിടെ പോയി നേർക്കുനേർ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. നേർക്കുനേർ അവിടെ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. അത് മാത്രമല്ല ഉത്തര കന്നഡയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇതിനോടകം സെക്രട്ടറി തല ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം ഒരു വലിയ വാഹന വ്യൂഹത്തിൽ ഇതിനോടകം പോയി ചെറിയ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിന്റെ കാര്യങ്ങൾ ലോറി ഉയർത്തുമായി ബന്ധപ്പെട്ട വിദഗ്ധോപദേശം തേടുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പോൾ ചർച്ചകളിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി 9ാം നാൾ ഈ തെരച്ചിലിന്റെ 8 നാളുകൾ പൂർത്തിയാക്കി 9ാം നാളിലേക്ക് എത്തുമ്പോൾ 9ാം നാൾ നമ്മൾ കണ്ട കാഴ്ച എല്ലാം കൂടി ഒത്തുചേർന്ന കാഴ്ചയായിരുന്നു. യന്ത്ര സംവിധാനങ്ങൾ, സാങ്കേതിക സംവിധാനങ്ങൾ, അതിനാവശ്യമായ എല്ലാവിധ സംഗതികളും ഒരുപോലെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാത്രമല്ല ഈ ദിവസം അങ്ങനെ പ്രകടമല്ലാത്ത ഒരു ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തി 9ാം നാൾ ഇത് കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ എന്നത് കണ്ടു. അത് സതീഷ് കൃഷ്ണ സെയിൽ എന്ന് പറയുന്ന MLAയുടെ അതിലെ പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം പലയാവർത്തി ഇടപെടൽ നടത്തുകയും പലയാവർത്തി സമ്മർദ്ദം ചെലുത്തുകയും നമ്മളോട് വന്ന് സംസാരിക്കുകയും അതിന്റെ കാര്യങ്ങൾ കൃത്യം അപ്ഡേറ്റ് ചെയ്ത MLA ആണ് സതീഷ് കൃഷ്ണ സെയിൽ ഇപ്പോൾ ആ പുഴയിൽ നേവിയുടെ ബോട്ടിലുണ്ട്. അവിടെ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. തെരച്ചിലിനായി നേവിക്ക് ഇതുവരെ ഇറങ്ങാൻ കഴിയുന്നില്ല. മഴ ഇങ്ങനെ ഭീകര മഴ ഇപ്പോൾ പെയ്യുന്നില്ലെങ്കിലും അന്തരീക്ഷം ഇങ്ങനെ മേഘാവൃതമായി നിൽക്കുകയാണ്. വിജയകുമാർ, നമ്മൾ ഇവിടുത്തെ ഈ സമയത്തെ മഴയുടെ ഒരു പ്രത്യേകത ഇങ്ങനെ നിൽക്കുകയും വളരെ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റിന് സമാനമായ കാറ്റോടുകൂടി വലിയ അളവിൽ വെള്ളം താഴേക്ക് വീഴുന്ന ഒരു മഴയാണ് ഇവിടുത്തെ മഴ. വല്ലാത്തൊരു മഴയാണെന്ന് പറഞ്ഞാൽ എത്ര കരുത്തുറ്റ കുടയാണെങ്കിൽ കൂടിയും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു നമ്മളെയൊക്കെ ഇങ്ങനെ ദൂരേക്ക് തെറ്റിക്കൊണ്ടുപോകുന്ന രീതിയിലുള്ള വലിയ കാറ്റുണ്ട്. ആ കാറ്റാണ് യഥാർത്ഥത്തിൽ ഈ കാലാവസ്ഥാ പ്രശ്നം, അല്ലാതെ മഴയല്ല യഥാർത്ഥ പ്രശ്നം. ഇതൊന്നും മാത്രമല്ല, ഈ ഗംഗാവലി പുഴയിലെ ആഴത്തിലുള്ള അടിയൊഴുക്കൊക്കെ പ്രശ്നമാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ കാണാം അവിടെ നീരൊഴുക്ക് കൂടി വരുന്നുണ്ട്. നമ്മുടെ ഈ പാലങ്ങളുടെ തൂണുകളിലാണല്ലോ ഈ ഒഴുക്കിന്റെ തീവ്രത അറിയുക. വിജയകുമാർ, നമ്മൾ നിന്ന ഒരു പാലത്തിന് താഴെ ആ തൂണിൽ ഇങ്ങനെ നോക്കി നിൽക്കെ ഒഴുക്ക് കൂടി വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ തടിക്കഷ്ണങ്ങളും എന്തൊക്കെയോ അതിൽ കൂടി രാവിലെ ഒഴുകി വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഒഴുക്ക് വല്ലാതെ കൂടുമ്പോൾ അത് മുകൾ തട്ടിലെ മാത്രമല്ല അവിടെ താഴ്ത്തട്ടിലും അടിത്തട്ടിലൊക്കെ വല്ലാത്ത ഒഴുക്കാണ്. മാത്രമല്ല ഇത് ഗോകർണത്തോട് ചേരുന്ന ഇത് അഴിമുഖത്തോട് ചേരുന്ന പ്രദേശമാണ്. ആഴം കൂടും, അടിയൊഴുക്ക് കൂടും. അപ്പോൾ ആ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതാണ് ഇപ്പോൾ ഈ നേവി ഡൈവർ സംഘത്തിന് അതിനകത്തേക്ക് പോകാൻ കഴിയാത്തതിന്റെ പ്രധാന പ്രശ്നം. പക്ഷേ നേവി ഡൈവർ സംഘത്തിന് അതിനകത്തേക്ക് പോയേ മതിയാവും വിജയകുമാർ. അടുത്ത ഘട്ടത്തിലേക്ക് ഈ ലോറി ഉയർത്തുക എന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ നേവി ഡൈവർ സംഘം നൽകുന്ന ഇൻപുട്ടുകൾ അതിപ്രധാനമാണ്. കാര്യം ഈ ലോറി ഉയർത്തുന്നത് പുഴയുടെ ഭാഗത്ത് നിന്ന് ഈ സ്ലിങ്ങർ പോലുള്ള സംവിധാനങ്ങളൊക്കെ മുഖാന്തരമാണെങ്കിൽ വെച്ച് ഉയർത്തുകയാണെങ്കിൽ അതിന് ഈ ലോറി ഈ പുഴയോട് ചേർന്ന ഏത് ഭാഗത്താണ്, എത്രത്തോളം ആഴത്തിൽ ഈ ലോറി കിടക്കുന്നു, ഏത് ദിശയിൽ കിടക്കുന്നു, എങ്ങനെയാണ് അതിനെ ഹുക്ക് ചെയ്യാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ നേവിയുടെ